അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. നമുക്കൊരു വില്ലേജർ ഫാർം ഉണ്ടാക്കണം, ബ്രീഡിങ് ഫാർം. നമുക്ക് ഫുഡ് എടുക്കണം. ഫസ്റ്റ് ഫുഡിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഇതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സീഡ് ചെയ്താലോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തു. പിന്നെ അതിന് കുറച്ച് ഫുഡ് തോന്നാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഈ വീട് വെട്ടിയാലോ അല്ലെങ്കിൽ വേണ്ടേ കൃഷിയുടെ വെട്ടാൻ നമ്മൾ കുറച്ച് തോന്നുന്നുണ്ട്. മൊത്തം വെട്ടണം. ഫസ്റ്റ് നമുക്കിത് മൊത്തം വെട്ടിയെടുത്തിട്ട് എന്നിട്ട് ഞാൻ ആ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. പ്ലാൻ തന്നാൽ നമ്മൾ ഫസ്റ്റ് ഒരു കള്ളി അകരത്തിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ സ്ഥലം ഒന്ന് ഉറപ്പിക്കണം. എവിടെയെങ്കിലും ഇവിടെ സ്ഥലം എവിടെയെങ്കിലും വെച്ചാലോ, ഇങ്ങനെയാണ് വെക്കേണ്ടത്. തോനെ വെക്കണം. നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഹൈറ്റ് ആവശ്യമുണ്ട്. ഹൈറ്റ് കൊണ്ട് നമ്മൾ ശരിയാവും. അപ്പോൾ ഹൈറ്റ് ഒന്ന് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് വില്ലേജേഴ്സിനെ കൊണ്ടുവന്നിടണം. അതാണ് ടാസ്ക്. ഓക്കെ, ഇതിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാനുള്ള സാധനം വേണം. ഫസ്റ്റ് നമുക്ക് വില്ലേജറിനെ അവിടെ കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. 2 വില്ലേജറിനെ ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്നതിന് അത്ര കൊണ്ടുവരിക. ഫസ്റ്റ് നമുക്ക് 2 വെച്ച് തുടങ്ങാം. പിന്നെ നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകാം. അല്ലാതെ ഫസ്റ്റ് അടയ്ക്കണം തോന്നുന്നു. നമുക്കൊരു വില്ലേജറിനെ പിടിച്ചാൽ കുറച്ച് ഫുഡ് ആവശ്യമുണ്ട്. ബോട്ട് ഉണ്ടാക്കാൻ ഇതിലുള്ള എല്ലാ ഊട്ടി ഞാൻ എന്തിനാക്കി. ഓക്കെ, ഈ ടോർച്ച് നമുക്ക് എടുക്കണം ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് വുഡ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് നമ്മുടെ പെറ്റാക്കിയാൽ വെച്ചിട്ടുണ്ടായി. നമ്മുടെ ഫാം പശു വന്ന മറ്റേ പശു വയ്ക്കുന്ന. ഓക്കെ, കയറിട്ട് പറയണ്ട തോന്നുന്നു. പിന്നെ എവിടെന്നെങ്കിലും കിട്ടുമെന്നും ആവോ. നമുക്ക് ഈ ഫുഡൊക്കെ പൊട്ടിച്ച് ഇതാക്കാം. ഓക്കെ, ലൈറ്റ് നമുക്ക് ഉള്ളിൽ സെറ്റാക്കാം. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൻ കൂടി നോക്കി കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ ഓർഡർ ഇട്ടോ. അങ്ങനെ പ്രോബ്ലം നമുക്ക് എടുക്കുക. ഞാൻ വുഡ് പ്ലാങ്ക് ആക്കുക. ഓക്കെ, ബോട്ട് ഇതിനെ പിടിക്കണം. നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതിൽ കയറുമെന്നാവോ? കയറുന്നില്ലേ? നമ്മുടെ IQ ഉപയോഗിക്കേണ്ടി വരും. 1000 IQ പ്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, 1000 IQ പ്ലേ. ഉള്ളിൽ കൂടെ അങ്ങനെ കയറണം. നമ്മളൊരു ഗുഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ 2 പേരെ പിടിക്കാനുണ്ട്, 2 പേരെ. ഓക്കെ, ഒരുത്തൻ ഡ്രോപ്പായിട്ടുണ്ട്. നമ്മുടെ വില്ലേജേഴ്സൊക്കെ എവിടെ പോയിന്നാവോ? കാണാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് 2ാമത്തേനെ പിടിച്ചിട്ടുണ്ട്. എന്തിനാ കയറുമെന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ വേണ്ട, മറ്റേതുപോലെയാവും. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവനെ നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സീഡൊക്കെ കളക്ട് ചെയ്യുക. അവർ വെട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും ആക്രാന്തമാവും. ഇവരെ വിടണ്ടായിരുന്നു. ഇങ്ങോട്ട് പടക്കി ഇന്ന് ഓട്ട് തന്നെ. നമ്മൾ സേഫ്റ്റിക്കൊന്ന് ഡിസ്പോണ പോകുന്നൊരു പേടിയും കൊണ്ട് ഒരു രസം വെറുതെ കൊണ്ട് ഇതാക്കി. ആ ഉള്ളിൻ്റെ ഉള്ളൊരു വലിയതാണ്. അതിനെ പിടിച്ചുകൊണ്ട് എത്തിരി പണിയാകൊണ്ട് വേണ്ടായി. ലീവിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കാര്യം കഴിഞ്ഞായിരുന്നു. ഇതിപ്പോൾ കൂടിയൊക്കെ പടയിട്ട് വളരെ ജസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഫാർമ് ഞാനൊരു പ്രാവശ്യം ക്രിയേറ്റീവിൽ ചെയ്ത് നോക്കിയതാണ്. വർക്കിംഗ് ആണ്, ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ 2 ഉണ്ടായി ജോലി അവരെടുത്താൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് ഓക്കെ ഇതൂടെ വയ്ക്കണം.
ഇവർ രണ്ടുപേരും ജോലിയെടുക്കും, നല്ല ചെക്കന്മാരുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ട. അന്നൊരു പ്രാവശ്യം ഞാനങ്ങനെ ഉണ്ടാക്കിയ ഒരു മിസ്റ്റേക്കായിപ്പോയി. അങ്ങനെ ചെയ്തപ്പോഴേ അപ്പുറത്തേക്ക് എന്താ വഴിയില്ലാത്തതുകൊണ്ട് ഫ്രീഡായില്ല. അപ്പോൾ ഒരു 8ൻ്റെ പണി അങ്ങനെ കിട്ടി. അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കയറി വരാനും ഇറങ്ങി പോകാനും ഇതൊന്നും എടുക്കാനുണ്ട്. ഓക്കെ, ഏണി വെക്കണം, ഇതൊന്നും ഓടിക്കാം. കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഏണിയിൽ നിന്ന് ചാടുമ്പോൾ ഇതൊക്കെ പൊട്ടൻ ചെന്നിട്ടുണ്ട്. അവിടെ എത്തിക്കുമ്പോഴേക്ക് ചാടിയ പ്രശ്നമില്ല. ഇതങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് സീഡ് ആവശ്യമുണ്ട്, സീഡ് എടുക്കണം, അതാണ് മുഖ്യം. സീഡ് ഇല്ലെങ്കിൽ ഒരു പണിയാണ്. ചെസ്റ്റിലുണ്ടായിരുന്നു നമുക്ക്. ഇതിനെ ഞാൻ പറഞ്ഞത് ചെസ്റ്റിലുള്ളത് ഞാൻ പെറുക്കി കൊണ്ടുവന്നൊക്കെ ഇവിടെ ഇടുന്നുണ്ട്. പൊട്ടറ്റോ ഉണ്ടായിരുന്നു, പൊട്ടറ്റോ മൊത്തം ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, എമറാൾഡ് ചോദിക്കേണ്ടി ഞാൻ വാങ്ങിക്കില്ല. അപ്പോൾ ഒരു ഫാം വല്ല സെറ്റാക്കാം. അങ്ങനത്തെ എമറാൾഡിൽ കലവറയൊക്കെ നമുക്ക്. ഓക്കെ, സെറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് അവിടെയോ ഇന്നെടുത്തോ. എമറാൾഡ് വേണ്ട, ഫ്രീ ആണ് 3 എണ്ണം. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെയ്യാനില്ല തോന്നുന്നു. ഓക്കെ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. 4 എമറാൾഡ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ആദ്യം. പിന്നത്തെ കൊടുക്കണം നമുക്ക്. ഡേട്ട് തോന്നുന്നുണ്ടായിരുന്നല്ലോ. കുഴപ്പമില്ല, നമുക്ക് ഈ വുഡ് വെച്ച് ഇതാക്കാം. നമുക്ക് ഇവിടെ വീടുണ്ടാക്കിയ ഇത്തിരി പ്രശ്നമാണ്. ഇവിടെ മറ്റേ ഒരു രസമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്നോയും ഒക്കെ അവിടെ കലർന്നിട്ടാണ്. നമുക്ക് ഏണി കൊണ്ട് 2 എണ്ണം വയ്ക്കാം, പത്തിക്കൊന്ന് വയ്ക്കാം. വീട് അവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാർം അവിടെയാണ്. പിന്നെ എൻ്റെ ഒരു ഐക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്, കാണിച്ചു തരാം. അടിയിലേക്ക് ഇത്തിരി കുഴിക്കുക, ഇങ്ങനെ കുഴിച്ചിട്ട് കുറച്ച് അടിയിക്കും കൂടി കുഴിച്ച് കഴിഞ്ഞാൽ കാര്യം കഴിയും. അവിടെ ഒന്ന് വാട്ടർ ലോഗ് ചെയ്യണം. വാട്ടർ ചെയ്യണം. എന്നിട്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ അടിയിക്ക് വിടും. അതാണ് എൻ്റെ പ്ലാന്. ഇവർ വേണ്ട സമയത്തൊന്നും വരില്ലല്ലോ. ഇപ്പോഴൊന്നും കഴിഞ്ഞിട്ട് തന്നെ അറ്റാക്ക് ചെയ്യണു. ഞാൻ കൊല്ലുന്നു. നമ്മൾ വരുമ്പോൾ ഒരു വില്ലേജർ കുഴിയിൽ വീണ് നോക്കുന്നുണ്ടായിരുന്നു. അതിന് ശവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിട്ട് വെച്ചിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ബെഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബെഡ് മൊത്തം കളക്ട് ചെയ്യണം. സ്പീഡ്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊണ്ട് കുത്തിപ്പിടിക്കുക ഞാൻ പറയാൻ വന്നു. ഓക്കെ, നമുക്ക് ബെഡൊക്കെ ആയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബെഡായിട്ടുണ്ട്. നമ്മളുള്ള ബെഡൊക്കെ നമ്മളിവിടെ പൊറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിടിച്ചോ, ഇനി ആവശ്യമുണ്ട് ഇതിങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ ബ്ലോക്ക് വേണ്ട, വില്ലേജർ വന്ന് വിടും. ഒത്തിരി പ്രശ്നമാണ്. ഇവിടെ അടയ്ക്കുക. എന്നിട്ട് ഇത് വന്നിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെയും പൊട്ടിക്കുക. അപ്പോൾ അങ്ങോട്ട് വില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാം സെറ്റാണ്. ഞാൻ ഇങ്ങനെ അടച്ചേക്കുക. അപ്പോൾ ഇവർ ബ്ലോക്ക് ഉണ്ടിച്ചിട്ട് വേഗം വന്ന് കഴിയുമ്പോൾ നേരെ വെള്ളത്തിൽ വീഴും. അപ്പോൾ നമ്മുടെ ഫാമും സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി ബെഡ് കളക്ട് ചെയ്യാണ്ട്. പിന്നെന്തായിരുന്നു, പിന്നെ ഇവർ ഫാമിങ് എന്ന് പറയണേ എല്ലാം സെറ്റാണ്. കുറച്ച് അയൺ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ സോംബിനെ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അറിയാതെ കുഴിക്ക് ചാടി. ഞാൻ ദന്തേക്ക് ചെയ്ത് നോക്കുകയാണേ. അപ്പോൾ നോക്കുമ്പോൾ കുറേ ഉണ്ട്. അങ്ങോട്ട് പെറുക്കി വന്നു. ഭാഗ്യം ചാവാൻ ഞാൻ അങ്ങോട്ട് വീണു. ഞാൻ നോക്കിയിരുന്നു, ഒറ്റ വീഴ്ച. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. ചത്തോ ഞാൻ കരുതിയതാണ്. പെട്ടെന്ന് വാട്ടർ കൊണ്ട് ഒരു MLG ചെയ്തു. ഓക്കെ, സ്നോ പെയ്യ തുടങ്ങി. അപ്പുറത്ത് പോയി ഇപ്പം മഴയും പെയ്യ തുടങ്ങി. രണ്ടും ആണോ? അല്ലല്ല. ഇപ്പം മനസ്സിലായി. നമ്മൾ സ്നോൻ്റെ അവിടെ മഴ പെയ്യില്ല, നേരെ തിരിച്ചാണ്. അവിടെ സ്നോയും പെയ്യും, നമ്മുടെ അവിടെ മഴയും പെയ്യും. അതുണ്ടാവുക. ഇപ്പം മനസ്സിലായി. നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കൊടുത്ത് വെക്കണം. ഇനി ബെഡ് ഇതിൽ കുറച്ചും കൂടി ബെഡുണ്ട്. നമ്മൾ ഊട് കളക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. കഷ്ടപ്പെട്ടിട്ട് അയണുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ട്. ഞാൻ മറ്റിതാക്കി. ഓക്കെ, ഇത് പൊട്ടിച്ച പ്രശ്നം ഉണ്ടോയെന്നറിയില്ല, അതുകൊണ്ട് പൊട്ടിക്കുന്നില്ല. എല്ലാ ബെഡും വെച്ച് സെറ്റായിട്ടുണ്ട്. എല്ലാം സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഒരു കുഴപ്പമൊന്നുമില്ല.
ഒന്നും കുഴപ്പമില്ല ഗൈസ്, ഒന്നും കുഴപ്പമില്ല. എൻ്റെ ബാഗിൽ ഇത്തിരി നമ്മൾ കുറച്ച് ആടിനെ കൊന്നായിരുന്നു, അതിൻ്റെ മീറ്റ് കിടക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് 20 ഉള്ളൂ, അത് നമുക്ക് ഫാമിൽ തീർക്കണം. പിന്നെ ഒരു അയൺ പിക്കറ്റ്സ് ഉണ്ട്, ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കണുള്ളൂ. ബ്രെഡ് തകട്ടി, ഓക്കെ സെറ്റ്. നമുക്ക് ഇനി ഈ വില്ലേജസിനൊക്കെ കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകണം, എന്നാലേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഫുഡൊക്കെ കളക്ട് ചെയ്തിരുന്നില്ലേ, അവിടെ വീട് വെച്ചിട്ടാണ്, അപ്പോൾ ഒന്ന് സെറ്റാവും. ഓക്കെ, നമുക്ക് എത്ര വില്ലേജസ് വന്നിട്ടുണ്ടോ? ഓക്കെ, അവിടെ ബ്രീഡിങ് ആയിട്ടുണ്ട്, അതവിടെ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളതാ ഞാൻ പറഞ്ഞ പോലെ ഒരു വില്ലേജ് വന്നിട്ടുണ്ട്. ഹലോ, ഇങ്ങനെ കുറച്ച് രേഫ്ക്ക് നിന്ന് നോക്കണം. കയറി നോക്കട്ടെ. അവിടെ സംസാരിച്ച ചടങ്ങുകളാണ്. നമ്മുടെ കുട്ടീനെ കാണാനില്ല പറഞ്ഞു ആരെ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഹലോ, എന്നെ നോക്കണില്ല. ഇവരെന്തോ ചടങ്ങിലാണ്, നമ്മളെന്തോ പ്ലാനുണ്ട്. എല്ലാതും നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കുറച്ച് രേഫ്ക്ക് നിന്നിട്ട് ഞാൻ വന്ന് നോക്കുന്നു. ഓ ഗൈസ്, 4 ഉണ്ട്, 4 5 നമ്മുടെ ഫാം വർക്കിങ്ങാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെയെങ്കിലും ഞമ്മക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ചെയ്യണമെന്നോ അറിയില്ല, ഞാൻ എൻ്റെ ഒരു പ്ലാൻ വെച്ചിട്ട് ചെയ്തതാണ്. ഒരു പ്രാവശ്യം എൻ്റെ അനിയൻ ചെയ്തായിരുന്നു, അപ്പം ഞാനത് കോപ്പി അടിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഒരു അയൺ ഫാം ഉണ്ടാക്കാനുള്ള വില്ലേജസാണ്, അതാണ് ഏറ്റവും വലിയ ഉപയോഗമുള്ള സാധനം, അയൺ ഫാം. പിന്നെ അയൺ ഇങ്ങനെ മൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അയൺ ഫാമിനാണെങ്കിൽ കുറച്ച് അയൺ വേണം, കുറച്ച് 20 വില്ലേജസും വേണം. ഞാൻ വേണമെങ്കിൽ വീഡിയോ വെച്ചുതരാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ആയിരിക്കും നിൽക്കണം പോയിട്ട്. 4 വില്ലേജസ് ഇപ്പോഴും അങ്ങനെയുണ്ട്. എല്ലാം കറക്റ്റ് തന്നെയാണ് പോകുന്നത്. ഇനി പേടിക്കാൻ ആവശ്യമില്ല തോന്നുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഓക്കെ, വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.